വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഷേക്കുമായിട്ടാണ്. ചക്കക്കുരു കൊണ്ടാണ് നമ്മൾ ഈ ഷേക്ക് തയ്യാറാക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാവില്ലേ? പക്ഷേ വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ള സ്കിന്നില്ല, അത് ഞാൻ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ബ്രൗൺ കളറിലുള്ള പോർഷൻ ഞാൻ മാറ്റുന്നില്ല. അത് ചക്കക്കുരുവിൻ്റെ നല്ല ഗുണങ്ങളുള്ള ഒരു പോർഷനാണിത്, അതുകൊണ്ട് ഇത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 5 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടത് വെന്ത് കിട്ടണം. അപ്പോൾ ഓരോ ചക്കക്കുരുവിൻ്റെ വേഗം പല അളവിലായിരിക്കും, അപ്പോൾ അത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് 5 വിസിൽ വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്യാനായിട്ട് പറ്റണം. ഇതുപോലെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അത് നിങ്ങൾ നോക്കി വേവിക്കുക കേട്ടോ. ഇനി നമുക്ക് ഷേക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. ചക്കക്കുരുവിൻ്റെ ചൂട് നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ ഷേക്ക് അടിക്കാവുള്ളൂ. ഞാൻ ഇതിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം പാല്, നന്നായിട്ട് തണുത്ത പാല് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസോളം പാല് ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ കുറച്ച് പാല് ചേർക്കുന്നുള്ളൂ. ഒരുപാട് പാൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം അരച്ചെടുക്കുക. ഇതിൽ ചക്കക്കുരുവിൻ്റെ പീസൊന്നും പാടില്ല. കണ്ടില്ലേ, ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കും, നമുക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കുടിക്കണം. മധുരം കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ഡ്രോപ്പ് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ഗ്ലാസോളം തണുത്ത പാല് കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 ഗ്ലാസ്സിലായിട്ടാണ് സെർവ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ, നമ്മുടെ ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ബദാം ഷേക്കിൻ്റെ ഒക്കെ പോലുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ്. ഇത് കുടിക്കുന്ന സമയത്ത് ആർക്കും തന്നെ മനസ്സിലാവില്ല നമ്മളിത് ചക്കക്കുരു വെച്ചിട്ടാണ് തയ്യാറാക്കിയതെന്ന്. ഇതെല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% ഞാൻ ഉറപ്പ് പറയുകയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചക്കയുടെ സീസൺ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ചക്കക്കുരു സാധാരണയായിട്ട് കിട്ടാറുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.